ഇന്ന് നമ്മൾ തയ്യാറാക്കണത് സിമ്പിളായിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് കറിയൊന്നുമില്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റുവേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും വറുത്ത പൊടിയോ വരക്കാത്ത പൊടിയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും മീഡിയം വലുപ്പമുള്ളൊരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്തതും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചിയും കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1/2 കപ്പ് ചീരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാവേ. ഇനി നമ്മുടെ ഈ പൊടികളിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ആദ്യമേ ഇതിലേക്ക് ഒരുപാട് വെള്ളമൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കണേ കഴിഞ്ഞും ഒന്നുകൂടെ നല്ലത് ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കണതാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമൊന്നുമല്ല, സാധാ പച്ചവെള്ളം തന്നെയാണ്. ഇതുപോലെ കുഴഞ്ഞ പാകത്തിനുള്ള മാവായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുക. എനിക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് വേണ്ടി വന്നേ. ഇനി നമുക്ക് ഈ മാവിൽ നിന്നും കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് വാഴയിലയാണ്. പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്ത ശേഷം നമ്മുടെ ഈ ഒരു ഉരുള ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ച് തന്നെ ഇത് പരത്തി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെ വീട്ടിലും വാഴയിലൊക്കെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇല്ലെങ്കിലും സാരമില്ല, നമുക്ക് ഈ മാവ് തവയിൽ വെച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് പരത്തിയിട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് പരത്തി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ടോ ഇതുപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ അടയെന്നോ റൊട്ടിയെന്നോ അങ്ങനെ എന്ത് വേണേലും വിളിക്കാവേ. നമ്മുടെ ഈ റൊട്ടിയൊക്കെ തയ്യാറായി വരണ സമയത്ത് ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാനായിട്ടാണ് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 30 സെക്കൻഡ് നേരം മാത്രം ഇതുപോലെ വെച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്ക് ഈ വാഴയില എടുത്തു മാറ്റാം. ഇനി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ ഹോൾസിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് തന്നെ മതിയാകും. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇത്രയും ആയാൽ മതിയേ. എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു റൊട്ടി തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റുവേ. അച്ചാറിൻ്റെ കൂടെ തന്നെ ഇത് നല്ല കോമ്പിനേഷനാണ്. ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്